കണ്ണിനെ കുറിച്ച് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് മനസ്സിലാക്കാം. കണ്ണിലെ ലെൻസ് ഏതാണ്? കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിലുള്ളത്. പ്രകാശം കണ്ണിലേക്ക് വരുന്ന ഭാഗം ഏതാണ്? പ്രകാശം കണ്ണിലേക്ക് വരുന്ന ഭാഗം കോർണിയയാണ്. ഏതാണ്? കോർണിയ. കണ്ണിലെ ലെൻസിന് വക്രത ക്രമീകരിക്കുന്നത്, കണ്ണിലെ ലെൻസിലെ വക്രത ക്രമീകരിക്കുന്നത് ഏതാണ്? സീലിയറി പേശികളാണ്. ഏതാണ്? സീലിയറി പേശികളാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കോശങ്ങൾ ഏതാണ്? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കോശങ്ങൾ റോഡ് കോശങ്ങളാണ്. ഏതാണ്? റോഡ് കോശങ്ങളാണ്. എന്നാൽ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന കോശങ്ങളോ? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന കോശങ്ങൾ അത് കോൺ കോശങ്ങളാണ്. പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ്. മൂങ്ങയ്ക്ക് പകൽ കാഴ്ച അസാധ്യമാകുന്നത് അല്ലെങ്കിൽ മങ്ങുന്നതിന്റെ കാരണം ഈ കോൺ കോശങ്ങളുടെ അഭാവമാണ്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗം പീതബിന്ദുവാണ്. ഏതാണ്? പീതബിന്ദുവാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗം എന്ന് പറയുന്നത്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി എന്ന് പറയുന്നത്. ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസൈമാണ്. ഏതാണ്? ലൈസോസൈമാണ്. രോഗാണുക്കളെ നശിപ്പിക്കുന്ന കണ്ണുനീർ ഗ്രന്ഥിയിലെ എൻസൈമാണ് ഈ ലൈസോസൈം. എന്തിനാണ്? രോഗാണുക്കളെ നശിപ്പിക്കുന്ന കണ്ണിലെ എൻസൈമാണ് ഈ ലൈസോസൈം എന്ന് പറയുന്നത്. കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏതാണ്? സിങ്കാണ് കണ്ണിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള ലോഹം എന്ന് പറയുന്നത്. വ്യക്തമായ കാഴ്ചയുടെ അകലം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. 25 സെന്റിമീറ്റർ ആണ്. ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ്, ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? അത് കോൺകേവ് ലെൻസ് ആണ്. എന്നാൽ ദീർഘദൃഷ്ടി പരിഹരിക്കാനുള്ള ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിലെ ലെൻസ് ഏതെന്ന് പറഞ്ഞു? കോൺവെക്സ് ലെൻസ് ആണ്. ഹ്രസ്വ ദീർഘദൃഷ്ടി രണ്ടും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈഫോക്കൽ ലെൻസ് ആണ്. അതായത് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാനുള്ള ഒരു പരിഹാരമാണ്, അതിനുള്ള ലെൻസാണ് ബൈഫോക്കൽ ലെൻസ് എന്ന് അറിയപ്പെടുന്നത്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആരാണ്? ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. വിഷമദൃഷ്ടിക്ക് പരിഹാരം എന്താണ്? വിഷമദൃഷ്ടിക്ക് പരിഹരിക്കുന്ന ലെൻസാണ് സിലിണ്ടറിക്കൽ ലെൻസ്. ഏതാണ്? സിലിണ്ടറിക്കൽ ലെൻസ് ആണ് വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ്. നിശബ്ദ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്ലോക്കോമയാണ്. ഏതാണ്? ഗ്ലോക്കോമയാണ് നിശബ്ദ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത്. ഇനി വർണ്ണാന്ധതയ്ക്കുള്ള ടെസ്റ്റ് ഏതാണ്? വർണ്ണാന്ധതയ്ക്കുള്ള ടെസ്റ്റാണ് ഇഷിഹാര. എന്താണ്? ഇഷിഹാര. ട്രോക്കോമ ബാധിക്കുന്നത് എന്തിനെയാണ്? ട്രോക്കോമ എന്ന അസുഖം ബാധിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് കണ്ണിനെയാണ്. കണ്ണിനെയാണ് ബാധിക്കുന്നത്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് തിമിര ശസ്ത്രക്രിയ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആരാണ്? ഭാരതീയ മുനിയായിട്ടുള്ള ശുശ്രുതനാണ്. ആരാണ്? ഭാരതീയ മുനിയായ ശുശ്രുതനാണ്. പ്രായം കൂടുമ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു അവസ്ഥയെ പറയുന്നതാണ് തിമിരം. എന്താണ്? തിമിരം. പ്രായം കൂടുമ്പോൾ ലെൻസിന്റെ സുതാര്യത, ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നതിനെയാണ് തിമിരം എന്ന് പറയുന്നത്. കാഴ്ചശക്തി പരിശോധിക്കുന്ന വസ്തു ഏതാണ്? കാഴ്ചശക്തി പരിശോധിക്കുന്ന വസ്തുവിന്റെ പേരാണ് സ്നെല്ലൻ ചാർട്ട്. എന്താണ്? സ്നെല്ലൻസ് ചാർട്ട് എന്നാണ് കാഴ്ചശക്തി പരിശോധിക്കുന്ന ഉപകരണത്തിന്റെ പേര്. കണ്ണിന്റെ ഉൾവശം പരിശോധിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? കണ്ണിന്റെ ഉൾവശം പരിശോധിക്കാനുള്ള ഉപകരണം എന്ന് പറയുന്നത് ഒഫ്താൽമോസ്കോപ്പാണ് കണ്ണിന്റെ ഉൾവശം പരിശോധിക്കുന്നതിനായിട്ടുള്ള. നിശാന്തതയ്ക്ക് കാരണമായത് എന്തിന്റെ അഭാവമാണ്? ഏത് ജീവകത്തിന്റെ അഭാവമാണ് അല്ലെങ്കിൽ എന്തിന്റെ അഭാവമാണെന്ന് ചോദിക്കാറുണ്ട്. അത് വൈറ്റമിൻ എയുടെ, അതായത് ജീവകം എയുടെ അഭാവമാണ് നിശാന്തതയ്ക്ക് കാരണമായി തീരുന്നത്. കണ്ണിനെ പറ്റി ഇത്രയും നിർബന്ധമായിട്ടും ഒരു PSC വിദ്യാർത്ഥി അറിഞ്ഞിരിക്കണം.